ജനയുഗം ഓണപ്പതിപ്പ് ഇപ്പോൾ തന്നെ വിവാദമായി. രാജീവ് ചന്ദ്രശേഖരന്റെ ലേഖനവുമുണ്ട്, അതിൽ ബിനോയ് വിശ്വത്തിന്റെ ലേഖനവുമുണ്ട്. ബിനോയ് വിശ്വം പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റാണ്, നേരെ വിപരീതമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ലേഖനം. ഈ ലേഖനം ഇപ്പോൾ വിവാദമായതിൽ വിശദീകരണവുമായി എഡിറ്റോറിയൽ ബോർഡ് വന്നിട്ടുണ്ട്. CPM കോൺഗ്രസ് നേതാക്കളോട് ലേഖനം ചോദിച്ചിരുന്നു. MA ബേബിയും സണ്ണി ജോസഫും ലേഖനം നൽകിയില്ല. രാജീവ് ചന്ദ്രശേഖർ എഴുതി നൽകിയപ്പോൾ പ്രസിദ്ധീകരിച്ചു. ബിനോയ് വിശ്വത്തിന്റെ ലേഖനത്തിന്റെ തിരുത്തായി BJP പ്രസിഡന്റിന്റെ ലേഖനം വന്നത് യാദൃച്ഛികമാണെന്നാണ് വിശദീകരണം. റഹീസ് റഷീദ് ഇപ്പോൾ വാർത്തയതിന് പിന്നാലെ എഡിറ്റോറിയൽ ബോർഡിന്റെ വിശദീകരണം വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ വിവിധ രാഷ്ട്രീയ നേതാക്കളുടെയൊക്കെ പ്രതികരണങ്ങൾ വരുന്നതിൽ തെറ്റില്ല, പക്ഷേ ഇതിൽ രാജീവ് ചന്ദ്രശേഖരന്റെ മാത്രമായതിലാണ് ആശങ്കയുണ്ടായിരുന്നത്. അതാണിപ്പോൾ വിവാദമായതും. എന്താണ് എഡിറ്റോറിയൽ ബോർഡ് നൽകുന്ന വിശദീകരണം? റഹീസ് റഷീദ്. അരുൺ, ഈ വിവാദത്തിൽ ജനയുഗത്തിന്റെ എഡിറ്റോറിയൽ ബോർഡ് പറയുന്നത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റിന് പുറമെ CPIMന്റെ അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബിയോടും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനോടും ഒരു ലേഖനം ജനയുഗത്തിന്റെ എഡിറ്റോറിയൽ ബോർഡ് ആവശ്യപ്പെട്ടിരുന്നു. ആ MA ബേബിയോട് ജനയുഗത്തിന്റെ എഡിറ്ററായ CPIയുടെ മുതിർന്ന നേതാവായ രാജാജി മാത്യു തോമസ് തന്നെയാണ് ഫോണിൽ വിളിച്ച് ഒരു ലേഖനം വേണം എന്നാവശ്യപ്പെട്ടത്. പക്ഷേ KPCC പ്രസിഡന്റും CPIMന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും ലേഖനം നൽകിയില്ല. ഇവരോട് ചോദിച്ചതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരനോടും ലേഖനം ചോദിച്ചു. രാജീവ് ചന്ദ്രശേഖരൻ ലേഖനം നൽകി, അത് കൊടുക്കുകയാണ് ചെയ്തത്. ആ കൊടുത്ത സമയത്ത് ബിനോയ് വിശ്വം എഴുതിയ ലേഖനത്തിന് തിരുത്തായി, അല്ലെങ്കിൽ അതിന് നേർ വിപരീതമായി രാജീവ് ചന്ദ്രശേഖരന്റെ ലേഖനം വന്നതിൽ എഡിറ്റോറിയൽ ബോർഡിന് ഒരു പങ്കുമില്ല. അത് യാദൃശ്ചികമായി വന്ന ലേഖനമാണ് എന്നതാണ് അവരുടെ വിശദീകരണം. പാർട്ടി നേതൃത്വത്തിന് ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് എന്ന് എഡിറ്റോറിയൽ ബോർഡിലെ പ്രധാനപ്പെട്ട ആളുകൾ നമ്മളോട് പറഞ്ഞു. അപകടത്തിലാണ് എന്ന് പറയുമ്പോൾ മറുഭാഗത്ത് ജനാധിപത്യത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് പറയുന്നു എന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖർ കുറിച്ചത്.